ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ തന്നെ എണീറ്റ് കുളിച്ചു മാറ്റിയിട്ട് ഞാൻ പള്ളിയിലേക്ക് ഇട്ടു. അന്നത്തെ ദിവസം വെള്ളിയാഴ്ച ആയിരുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പോയി പള്ളിയിൽ ജുമ്മ നിസ്കരിച്ചതിന് ചെറിയ ഡേറ്റ് ഞാൻ ഡ്യൂട്ടിക്ക് ഉച്ചയ്ക്ക് 2 മണിക്കാണ് എൻ്റെ റിപ്പോർട്ടിംഗ് വരുന്നത്. അതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് 1:30-1:45 ഇറങ്ങിയാൽ തന്നെ കറക്റ്റ് 2 മണിന് മുന്നായിട്ട് ഞാൻ ഓഫീസിലെത്തി അവിടെ തീർക്കാനുള്ള പണികളൊക്കെ തീർത്തപ്പോഴേക്കും ഏകദേശം വൈകുന്നേരമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സും കൂടെ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് എയർപോർട്ടിന് അടുത്തുള്ള ഒരു പള്ളിക്ക് തന്നെ ഇന്നലെ ഈ ഒരു പള്ളിക്ക് തന്നെയാണ് വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു പള്ളിയിൽ ഇഫ്താർ മാത്രമല്ല ഇട്ടുള്ളത്, അത്താഴത്തിന് വരികയാണെന്നുണ്ടെങ്കിൽ അപ്പോഴും നിങ്ങൾക്ക് ഫുഡ്. ഇന്നും ഇന്നലത്തെ പോലെ തന്നെ ബിരിയാണി ആയിരുന്നുണ്ടായിരുന്നു. കൂടെ തന്നെ നല്ല ഫ്രൂട്ട്സും വെള്ളം ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ ഓഫീസിലേക്ക് ഇട്ടു. അപ്പോഴേക്കും പിന്നെ ഫ്ലൈറ്റ് വന്നതിന് ശേഷം പിന്നെ ഫ്ലൈറ്റിൽ അങ്ങോട്ട് ബിസി ആയി. അങ്ങനെ ഓഫീസിലെ പണികളും കാര്യങ്ങളൊക്കെ തീർത്തതിന് ശേഷം ഞാൻ ഏകദേശം ഒരു 10-11 മണിയായപ്പോൾ ഓഫീസിൽ നിന്ന് ഇറങ്ങി നേരെ ജിമ്മിലേക്ക് വിട്ടു. നോമ്പായതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ രാത്രിയാണ് ജിമ്മിന് പോകാൻ തുടങ്ങി. ചിലപ്പോൾ നിങ്ങൾ എല്ലാവരും വിചാരിക്കുന്നത് ഇപ്പം തേങ്ങയാണ് ചെയ്യുന്നത്, കുറച്ച് മുന്നേ ബിരിയാണി കഴിച്ച് ഇപ്പോൾ അതാ ജിമ്മിലും പോകണം. അഥവാ നിങ്ങൾ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ മിസ്റ്റേക്ക് അല്ല, ഇന്ത്യ മിസ്റ്റേക്ക് അല്ല, നമ്മുടെ ആരും മിസ്റ്റേക്ക് അല്ല. പക്ഷേ എന്നിരുന്നാലും ഞാൻ ജിമ്മിൽ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബൾക്കിങ്ങിനോ അല്ലെങ്കിൽ ഭയങ്കര ബോഡി ബിൽഡിംഗ് ചെയ്യാനോ അല്ലെങ്കിൽ മസിൽസ് ഉണ്ടാവാനോ വേണ്ടിയിട്ട് എൻ്റെ ഹെൽത്ത് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി. പിന്നെ ഞാൻ ഹെൽത്തിന് മാത്രം പറയുന്നില്ല, അഥവാ വർക്കൗട്ട് ചെയ്തിട്ട് എന്തെങ്കിലും ബോഡി ഷേപ്പ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ കേട്ടോ. ഞാൻ മെയിനായിട്ട് ഹെൽത്ത് ഫോക്കസ് ചെയ്തിട്ട് വർക്കൗട്ട് ചെയ്യാന്ന് പറയാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ അടുത്തായിട്ട് വെറുതെ ഒന്ന് ബ്ലഡ് ടെസ്റ്റ് എടുത്ത് നോക്കിയിരുന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായി എൻ്റെ കൊളസ്ട്രോൾ എവിടെ കിടക്കുന്നത്, എൻ്റെ ഷുഗർ എവിടെ കിടക്കുന്നു. അതിന്റെ കാരണം ഞാൻ തന്നെയാണ്. കാരണം 3-4 വർഷമായിട്ട് നല്ല രീതിക്ക് ഞാൻ പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. അപ്പോൾ ബാക്കി കാര്യങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം.